ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. അതെന്തിട്ട് മറുപടി ഇത്ര കൊല്ലം കൊണ്ട് പറ്റാത്തത് ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അവർ പറയുന്നത്. എനിക്കത് ഒരിക്കലും ഒരു ഇതായിട്ട് തോന്നുന്നില്ല. മുരളീധരനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത. കൊറോണ കാലത്ത് ജനങ്ങളോടൊപ്പം, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ജനങ്ങളോടൊപ്പം, അതൊക്കെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇത്. അല്ല, കേരളത്തിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാർ സുരേഷ് ഗോപിയായിട്ട് ആള് ഇത് MP ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഉള്ള കാര്യം നോക്കിയിട്ട് ആൾ പോവുള്ളൂ. പത്മജ ഇത്രയും നാൾ നിന്നിട്ട് അവൾക്ക് മുഖത്തെ പെയിന്റിന് കളർ ഇളകി കഴിഞ്ഞ വെയിലത്ത് കളർ ഇളകി കഴിഞ്ഞപ്പോൾ കാറിൽ കയറുന്ന ഒരു വ്യക്തിയാണ്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ചേട്ടാ, ഇത്തവണ തൃശ്ശൂര് ആരെടുക്കുമെന്നാണ് ചേട്ടന് തോന്നുന്നത്? ഞങ്ങള് എന്തായാലും സുരേഷ് ഗോപി എടുത്തു കഴിഞ്ഞിരിക്കുന്നല്ലേ, എന്നെ ചോദിക്കുന്നില്ല. ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും വന്ന് പോയിട്ടുള്ളവരെണ്ണവും നാടിന് വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അവർ പോവുക, പാർലമെന്റിൽ ധരിക്കുക, അവരുടെ ശമ്പളം ഏതാണ്ട് 5 വർഷം ആകുമ്പോഴേക്കും 1 കോടി രൂപയോളം അവർ പോക്കറ്റിലാക്കുക. പിന്നെ വെറുതെ കാക്കി എന്നും പറഞ്ഞ് നാട്ടുകാരെ തല്ലുപിടിപ്പിക്കൽ മാത്രമാണ് അവരുടെ പണിയുള്ളൂ. വേറെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നന്മയും ചെയ്യുന്നില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് 5 വർഷം പാർലമെൻറ്റിലെ രാജ്യസഭ MP ആയിട്ട് നിന്നിട്ട് നമ്മുടെ ഇവിടുത്തെ MP എല്ലാവരും ഇരുന്നിട്ട് പോലും, അതിൽ ഇവിടുത്തെ ഇലക്ഷനിൽ നിന്നിട്ട് തോറ്റിട്ട് പോലും നമ്മുടെ തൃശ്ശൂരിന് വേണ്ടി തന്നെ വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശക്തൻ മാർക്കറ്റിലേക്ക് തന്നെ നോക്കിയാൽ മതി. ആദ്യമൊക്കെ അതിൽ പോകുമ്പോൾ മൂക്കുപൊത്തി പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടെ അതിലിട്ട് ഊണടിക്കാൻ പറ്റാവുന്ന സ്ഥിതിയിലാക്കി കൊടുത്തത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പോകുന്നവരും പിന്നെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ അറിയുന്നവരും വളരെ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചെയ്യും. അപ്പോൾ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് തന്നെ സൗകര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. പക്ഷേ മറ്റുള്ളവർ രാഷ്ട്രീയം പറഞ്ഞും ബാക്കി കാര്യങ്ങൾ ചെയ്താൽ എന്തെങ്കിലും ഫണ്ട് പോലും ഉണ്ടെങ്കിൽ വേണ്ട പോലെ ജനങ്ങൾക്ക് അവർ കൊടുക്കണില്ല. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞാൽ ആ രാഷ്ട്രീയക്കാർക്കും അവർ സെലക്ട് ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ അദ്ദേഹം 100% ജയിക്കും. ഇത്തവണ മുൻകാലം പോലെ ഇപ്പോൾ വളരെയേറെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നാട് എന്താണ്, രാഷ്ട്രീയം എന്താണെന്നുള്ള കാര്യം. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുകയാണ്. പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാലഘട്ടം പോയി. ഇപ്പോൾ ജനങ്ങൾ നേരിൽ കാണുകയാണ്. അപ്പോഴത്തെ കാര്യങ്ങൾ അപ്പോൾ കാണുകയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ജയിക്കും എന്നാണ്. കേന്ദ്രമന്ത്രി ആവാൻ സാധ്യതയുണ്ടോ? അത് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നാട്ടുകാർ തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി ആവേണ്ടതാണ്, ആകും. പിന്നെ ആയാലും ആയില്ലെങ്കിലും അദ്ദേഹം വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ ഇവിടെ UDFന്റെ K മുരളീധരൻ മത്സരിക്കുന്നുണ്ടല്ലോ, ആള് വടകരയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുകയാണ്. ആൾക്ക് എന്തെങ്കിലും സാധ്യത കൽപ്പിക്കുന്നുണ്ട്? മുരളീധരനെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ 3-ാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത. അപ്പോൾ സുനിൽകുമാറിന് 2-ാം സ്ഥാനം കിട്ടും എന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ ഏതാണ്ട് വിലയിരുത്തൽ പൊതുവെ. അത് തീർച്ചയായിട്ടും അത് ഓൾറെഡി തർക്കമില്ലാത്ത കാര്യമാണ്. തൃശ്ശൂർ ജില്ല സുരേഷ് ഗോപി എടുക്കുന്നുള്ളതാണ് ചേട്ടൻ്റെ അഭിപ്രായം? ഷുവർ, അതാണ് എൻ്റെ അഭിപ്രായം. ചേട്ടൻ തൃശ്ശൂർ ആരെടുക്കും? സുനിൽകുമാർ. എന്തുകൊണ്ട് സുനിൽകുമാർ എടുക്കുന്നത്? ആള് കഴിഞ്ഞ കൊല്ലമൊക്കെ കഴിഞ്ഞ വട്ടത്തെ ഇതിൽ നിന്നപ്പോൾ ഇതാണ്. അപ്പോൾ അത് കാരണം ആൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. പിന്നെ ആള് തൃശ്ശൂരാണെങ്കിലും എല്ലായിടത്തും ഇറങ്ങിയ ഒരു പ്രവർത്തനം, ആളുടെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്ന ആള്. ഈ സുനിൽകുമാർ കഴിഞ്ഞ തവണ മന്ത്രിയായത് കേരളത്തിലാണല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നല്ലോ. ഇത് ലോക്സഭയ്ക്ക് തെരഞ്ഞെടുപ്പാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ LDF എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അവിടെ കോൺഗ്രസും BJP ആണല്ലോ മാറി മാറി ഭരിക്കണം. അല്ല, കേരളത്തിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാർ സുരേഷ് ഗോപിയായിട്ട് ആള് ഇത് MP ആയി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഉള്ള കാര്യം നോക്കിയിട്ട് ആൾ പോവുള്ളൂ. സുനിൽകുമാർ ജയിക്കും തന്നെയാണ് പറയണത്. അതെ. അപ്പോൾ സുനിൽകുമാർ ജയിച്ച് MP ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ അത് ഗുണങ്ങൾ ചെയ്യും? നമുക്കിപ്പോൾ ഇവിടെ നാടിന് നമ്മുടെ ഈ ഇതിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് ആളെന്നെ ഇതിൽ വന്നാലാണ് കാര്യമുള്ളൂ. കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആൾ തന്നെ വരണം. തൃശ്ശൂർ ജില്ലയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അല്ല, സുരേഷ് ഗോപി പോയി ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾ ഈ ഭാഗത്തേക്ക് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആൾ കൊല്ലത്തുള്ള ആളെന്താ കൊല്ലത്തൊന്നും ചെയ്യാത്ത ഇവിടെ വന്നിട്ട് ഇതുപോലെ ചെയ്യണ്. അവിടുത്തെ നാട്ടുകാർക്ക് ആളെ കുറിച്ച് നല്ല ഇതൊന്നും ഇല്ല. കേട്ടറിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് അറിവ്.
തൃശ്ശൂരുകാരുടെ ആൾക്ക് കൂടുതൽ സ്നേഹം കൊണ്ടാന്നുള്ളതാണ് പറയുന്നത്. സ്നേഹം എന്ന് പറയാൻ ആളുടെ ഒരു ഇത് ഇവിടെ വാഴുന്ന ആൾക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ട് ഇവിടെ ആൾക്ക് നിന്ന് ജയിക്കാൻ പറ്റുള്ള ആൾക്കറിയാം. കേരളത്തിൽ എവിടെയും നിന്ന് തൃശ്ശൂർ ജില്ലയിൽ ജയിക്കാൻ പറ്റുള്ള ആൾക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ നിന്നിട്ട് നിൽക്കണ്. വേറെ എവിടെയും നിൽക്കാണ്ട് ഇവിടെ നിൽക്കണ്. അപ്പൊ ജയസാധ്യത ഉണ്ടോ ആൾക്ക്? ജയസാധ്യത ഒന്നും ഇല്ല. ആള് കുറെ കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ നടപ്പാക്കുന്ന എനിക്ക് തോന്നുന്നില്ല, ചെയ്യില്ല എന്ന്. മുരളീധരൻ ഇവിടെ വന്ന് തൃശ്ശൂർ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ആൾക്ക് എന്തോരം സാധ്യതകളുണ്ട്? ആൾക്ക് ഒരു സാധ്യതയില്ല. കാരണം മുന്നേ മറ്റേ പ്രതാപം ഇതായിട്ട് ആള് അന്ന് വലിയ ഇതൊക്കെ പറഞ്ഞതുപോലെ പോയത്. അതുപോലെ തന്നെ ഇത് ആളുടെ കേസാണെങ്കിലും മുരളീധരൻ വന്നാലും ഈ അവസ്ഥ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിനാളെ ജയിച്ചു വിടുന്ന കാര്യം തന്നെയാണ് നാട്ടുകാര് കാണാൻ കിട്ടുന്നില്ല. അതാണ് അതെ. ആള് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ നല്ലൊരു ഇതുള്ള ഒരു വ്യക്തിയാണ് ആള്. കാരണം അതുകൊണ്ട് ആള് ജയിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും ഒരു ഇത്. തൃശ്ശൂർ ജില്ലയില് ഇത്തവണ ആര് ജയിക്കാനാണ് സാധ്യത? കെ മുരളീധരൻ. അതെന്തുകൊണ്ടത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കണ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണ് രാജ്യത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ യുവാക്കൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്? ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിള്ളേർക്ക് ഇവിടെ പഠിക്കാനായാലും ജോലിക്കായാലും ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തൊക്കെയോ കുറേ ഇപ്പോൾ BJP ഭരണത്തിൽ കയറിയപ്പോൾ തന്നെ ഇവിടെ കുറേ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടാക്കി ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളൊക്കെ ഈ നാട് വിട്ട് വിദേശത്തേക്ക് പോകാനാണോ ഉദ്ദേശിച്ചേക്കണത്? എത്ര ലക്ഷം പേര് ഇപ്പോൾ തന്നെ കയറി പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ യുവാക്കൾക്കും വിദ്യാസമ്പന്നർക്കും ഒരു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ? അതെ അതെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ മാറ്റം ഉണ്ടാവുമെന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും. എന്തായാലും ഈ ഒരു ഭരണം ഇത്ര കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടും ഇതുവരെ ഇവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് അവർ പറയുന്നത് ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് അവർ മാറ്റം ഉണ്ടാക്കുന്നത്. അതെന്തിട്ട് മറുപടി ഇത്ര കൊല്ലം കൊണ്ട് പറ്റാത്തത് ഇനി വരുന്ന 5 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അവർ പറയുന്നത്. എനിക്കത് ഒരിക്കലും ഒരു ഇതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കെ മുരളീധരൻ വിജയിക്കും എന്നുള്ളതാണ് 100%. അല്ല, ഇനി അത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിയില്ല ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം എന്തായാലും ഉണ്ടാവണം. എന്തായാലും ഉണ്ടാവണം. ഇവിടെ യുവാക്കൾക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ്. അതെ അതെ. അതെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു എന്ന് പറയുന്നത് ഇനി ഈ ഇന്ത്യ മുന്നണി ഭരണത്തിൽ കയറിയാൽ തന്നെ 30 ലക്ഷത്തിൽ അധികം ജോലി സാധ്യത ഇവിടെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ കെ മുരളീധരൻ ജയിക്കുന്നതാണ് അഭിപ്രായം. അതെ അതെ 100%. ചേച്ചി ഇത്തവണ തൃശ്ശൂർ ആര് ജയിക്കും? സുരേഷ് ഗോപി സാറ് ജയിക്കും. അതെന്തുകൊണ്ട് എത്ര ഉറപ്പ് പറയണേ? ഉറപ്പ് ആള് കുറെ നന്മകളൊക്കെ ചെയ്ത് പറയുന്ന കേട്ടിട്ടുണ്ട്. ടിവിയിലൊക്കെ നമ്മള് ഓരോന്നും സിനിമ കണ്ടിട്ടുള്ള ആരാധനയാണോ? അല്ല, സിനിമ കാണാണ്ട് തന്നെ ഓരോന്നൊക്കെ ചെയ്തത്. ആളെന്തൊക്കെ എന്തെങ്കിലും സഹായങ്ങൾ ചേച്ചിക്ക് അല്ലെങ്കിൽ നാടിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ഗ്യാസൊക്കെ തന്നിട്ടുണ്ട്. മോദി ഗ്യാസ് സൗജന്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സുരേഷ് ഗോപി ഇവിടെ ജയിച്ച് കേന്ദ്രമന്ത്രി ആവണമെന്നാണ് ആഗ്രഹം. അപ്പൊ വീണ്ടും ഉപകാരങ്ങൾ ഉണ്ടാവും വിചാരിക്കണേ. 3ാം തവണ നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ഭരിക്കണം എന്നാണ് ആഗ്രഹം. ചേട്ടാ, ഇത്തവണ തൃശ്ശൂർ ആരെടുക്കാനാണ് സാധ്യത? ഈ തവണ മുരളീധരൻ തന്നെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാലം ടി.എം. പ്രതാപൻ ഇവിടെ NP ഫണ്ട് വിനിയോഗിച്ചതുപോലെ ഇതുവരെ അടുത്ത പക്ഷം NP ആയിട്ടും ഒരു ഫണ്ടും ഇവിടെ വിനിയോഗിച്ചിട്ടില്ല. അതുമാതിരി ഇപ്പോഴത്തെ രാഷ്ട്രീയം കൊലപാതക രാഷ്ട്രീയം, ബോംബുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. വിദ്യാർത്ഥികളെ തല്ലി ചതച്ച് കൊല്ലുകയും അതേമാതിരി ഇതിപ്പോൾ കള്ളപ്പണം, ED അന്വേഷിക്കുന്ന കള്ളപ്പണം അത് പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പേപ്പറിൽ കാണുന്ന ഓരോ വാക്കുകളും അത് കറക്റ്റായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഈ ടി.എൻ. പ്രതാപ് 5 വർഷം ചെയ്ത വികസനങ്ങൾക്ക് ആള് തന്നെ ഇപ്രാവശ്യം നിൽക്കുന്നതല്ലായിരുന്നോ ഒന്നും കൂടി നല്ലത്? അവസാന നിമിഷത്തിൽ വരാൻ എന്താ കാരണം? അവസാന നിമിഷം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പത്മജ മാറിയൻ്റെ ഒരു തൃശ്ശൂർ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടി.എം. മുരളീധരൻ ഇവിടെ ഹൈക്കമാൻഡ് കോൺഗ്രസിനെ സ്ഥാനാർത്ഥിനെ നിയോഗിച്ചത്. സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും സാധ്യത തൃശ്ശൂർ കാണുന്നുണ്ടോ? കാരണം ഇപ്പോൾ മുരളീധരൻ അവരൊക്കെ ഒരു ബന്ധുക്കളാന്നുള്ള ഒരു രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പത്മജ കോൺഗ്രസിലേക്ക് പോയി. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ പത്മജ തൃശ്ശൂർ കോൺഗ്രസിൽ അല്ല BJPക്ക് പോയതുകൊണ്ട് കോൺഗ്രസിൽ ക്ഷീണം വരാൻ വഴിയില്ല. എന്താ കാരണം വെച്ചാൽ പത്മജ ഇത്രയും നാൾ നിന്നിട്ട് അവൾക്ക് മൊത്തത്തെ പെയിൻറ്റിന് കളർ ഇളകി കഴിഞ്ഞാൽ വെയിലത്ത് കളർ ഇളകി കഴിഞ്ഞപ്പോൾ കാറിൽ കയറുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി തിരിക്കുന്നൊരു നേതാവായിട്ട് വേണം. അത് നേതാവായിട്ട് വരുന്നത് ഇപ്പോൾ മുരളീധരൻ മാത്രമേ ഉള്ളൂ. അത് ടി.എം. പ്രധാനായാലും ആരായാലും കോൺഗ്രസിൻ്റെ
നല്ലൊരു നേതാവ്, ഇപ്പോൾ ഷാഫി പറമ്പിലായാലും ആരായാലും ഒരു ജനകീയ നേതാവിനെ കൊണ്ടുവരികയാണ് അതിൻ്റെ മുഖ്യ ലക്ഷ്യമായിട്ടാണ് മുരളീധരൻ വന്നിരിക്കുന്നത്. ഈ LDF-ന്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മന്ത്രിയായിരുന്ന ആളാണ്. ആൾക്ക് തൃശ്ശൂർ പല മേഖലകളിലും കൂടുതൽ ജനങ്ങളുടെ അടുത്ത് സ്വാധീനം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ സ്വാധീനം ഇപ്പൊ മന്ത്രിയായുമ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷേ എന്നിരുന്നാലും ജനങ്ങളുടെ ഇടയിലേക്ക് അപ്പം തൃശ്ശൂർ റൗണ്ടിൽ തന്നെ കുറെ ആൾക്കാർ അവനെ പുച്ഛിക്കുന്നു. പാടത്ത് വിത്ത് വിതയ്ക്കുവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് അവനെ മാറ്റിയിരിക്കുന്നത്. ആരെടുക്കും ഇത്തവണ? അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എടുക്കും. അതെന്താ അത്ര ഉറപ്പ്? അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, വിശ്വാസമാണ് കരുത്ത്. അത് വിശ്വാസം വരാൻ വേണ്ടി സുനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് പ്രവൃത്തികളുണ്ട്. കൊറോണ കാലത്ത് ജനങ്ങളോടൊപ്പം, വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ജനങ്ങളോടൊപ്പം, അതൊക്കെയല്ലേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇത്. പക്ഷെ കഴിഞ്ഞ തവണ ഇവിടെ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. ജനങ്ങള് ഈ പ്രാവശ്യം മണ്ടന്മാരല്ല, അവരെന്തായാലും ഞങ്ങളുടെ സുനിൽകുമാറിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അതായിരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു വോട്ട് UDF-ന് കിട്ടാൻ കാരണം എന്ന് പറയുന്നത്. ഇത്തവണ അതേ സ്ഥിതി തന്നെ വരാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ? ഇല്ല, വരില്ല. കാരണം എന്താ? ഞങ്ങളുടെ സുനിൽകുമാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്കുന്നാഥിന്റെ മൈതാനത്ത് എപ്പോഴും കാണുന്നുണ്ട് ജനങ്ങള്. അതുകൊണ്ട് ആൾക്കാർക്ക് എപ്പോഴും ചെന്ന് എന്തും പറയാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് ആൾക്കാര് സുനിൽകുമാറിനെ ജയിപ്പിക്കും, ഉറപ്പാണ്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.